ഉസ്താദെ, വീണ്ടും ഒരു ചോദ്യം. യൂട്യൂബിലും മറ്റൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ ഒന്നാകെ പ്രചരിക്കുന്ന ഈ ഒരു മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും അതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാടും നിയമങ്ങളും വശങ്ങളൊക്കെ പറയുന്ന പല വീഡിയോകളും കണ്ടപ്പോൾ ഒരു സംശയം വല്ലാതെ മനസ്സിലുണ്ട്. അതൊന്ന് ചോദിക്കുകയാണ്. പല ആളുകളുടെ മനസ്സിലുള്ള ഒരു സംശയമാണ്. അഥവാ അവരുടെ ഉത്സവ ദിനങ്ങളിൽ അങ്ങനെ സാദൃശ്യമാവലോ മറ്റൊന്നും ഉദ്ദേശമല്ല, പക്ഷേ അവരുടെ ഉത്സവ ദിനങ്ങളിൽ തരുന്ന ഹദിയകളും അതുപോലെ തന്നെ അവരന്ന് തരുന്ന ഭക്ഷണങ്ങളും മറ്റും കഴിക്കൽ അത് പ്രശ്നമില്ല, അതിലൊന്നും കുഴപ്പമില്ല എന്ന് ചില ആളുകൾ വ്യക്തമാക്കി തരുന്നുണ്ട്. മാത്രവുമല്ല, അന്നാ ദിവസം നടക്കുന്നതായ എല്ലാ സംഗതികളും, ഇപ്പോൾ ഒരു ഉത്സവമാവട്ടെ അല്ലെങ്കിൽ വല്ല പെരുന്നാളുകളോ അവരുടെ വല്ല പെരുന്നാളുകളോ മറ്റൊക്കെ ആവട്ടെ, അന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കായാൽ മാത്രമേ ഹറാമ് വരികയുള്ളൂ, അല്ലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്താലും ഹറാമ് വരുമോ എന്നും കൂടി ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ വളരെ നന്നാകുമായിരുന്നു. രണ്ടാമത് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ആദ്യം പറയാം. അവരുടെ ഉത്സവത്തിൻ്റെ ഏവറ്റു തെറ്റ് വരെയുള്ള പരിപാടികളിൽ ഭാഗവാക്കാവലേ കുറ്റമുള്ളൂ, അത് ചെയ്യുമ്പോഴേ തസബൂഹാവുന്നുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. ഇബ്നു ഹജർ പറഞ്ഞതിനെതിരാണ്. ബൽ ഫീലു ഷൈഇമ്മിമാദിക്കിറ, ഈ പറയപ്പെട്ട ആദ്യം കുറേ അവർ ചെയ്യുന്ന അവരുടെ ആഘോഷ ദിനങ്ങളിൽ ഉണ്ടാകുന്ന കുറേ പരിപാടികൾ ആദ്യം മുമ്പ് നാം പറഞ്ഞ മറുപടിയിൽ വായിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചെയ്യുക, നെക്കിറിയാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യുക, അത് ലാ യഹ്റുമു, അത് നിഷിദ്ധമാവുക, ഇല്ലാ ഇദാ ഖസദ ബിഹി തസബ്ബുഹ ബിൽ കുഫാർ, അവരോട് സദൃശ്യമാവുക ഉദ്ദേശിച്ചാൽ മാത്രമാണ് നിഷിദ്ധമാവുക. അതായത് അവർ ആചരിക്കുന്ന ഒരു ദിനമല്ലേ, ആചാരമല്ലേ ഇത്, അല്ലേ അവർ ആചരിക്കുന്ന അവർ അങ്ങനെ ചെയ്യുന്ന ഒരു ദിവസമല്ലേ ഇത് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ അതാ തസബ്ബൂനെ കരുതുക എന്നാണ്. അല്ലാതെ യാദർശികമായി നമ്മളൊരു സദ്യ ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ തിന്നു, അതല്ല. അവർ ബഹുമാനിക്കുന്ന ഒരു ദിവസമല്ലേ, അല്ലേ അവരുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവമല്ലേ, അങ്ങനെയാവും അത് തസബ്ബൂനെ കരുതുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ആ ഉദ്ദേശത്തിൽ ചെയ്താൽ അത് ഹറാമാണ്. ഏത് നിലക്കാ തസബ്ബുഹ്, അത് ഉത്സവം, കൗമിൻ്റെ സഹോദര സമുദായത്തിൻ്റെ ഉത്സവം എന്നുള്ള നിലയിൽ, കൗമിൻ്റെ ഉത്സവം, ഇതെല്ലാം അവർ കുഫർ, അവിശ്വാസം ഉണ്ട്. ആ വിശ്വാസമാണ് അതിനെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ആ നിലയിലാണ് അവരോട് തസബ്ബു കരുതിയതെങ്കിൽ അതുകൊണ്ട് റാഹിൽ അവൻ കാഫറാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ലാ യഹ്റുമു ഇല്ലാ ഇദാ ഖസദ തസബ്ബുഹ ബിഹി ബിൽ കുഫാരി ലാ മിൻ ഹൈസുൽ കുഫ്റു വഇല്ലാ കാന കുഫ്റൻ ഖത്അൻ. അങ്ങനെ കുഫർ എന്ന നിലയിൽ ഒരു ഹൈന്ദവ ആചാരമാണല്ലോ അത്, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ആചാരമാണല്ലോ അത്, ആ നിലയിൽ ആ ക്രിസ്ത്യാനി അതായത് ഒരു സഹോദര സമുദായം എന്നുള്ള നിലയിലല്ല, കാഫിരീകളായ അവിശ്വാസികളായ ഒരു സമൂഹത്തിൻ്റെ ഒരു ആദരണീയമായ പരിപാടിയാണല്ലോ അത്. അപ്പോൾ ആ നിലക്ക് അതിനെ ആദരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ആ ആശയത്തെ ഉൾകലാണത്, അതിനെ ബഹുമാനിക്കലാണ്. അങ്ങനെയാകുമ്പോൾ ലാഹിറിൽ ആ കഫറാൻ നമ്മൾ പറഞ്ഞത് കഫറാവുന്നതിന് സംശയമില്ല, കത്താൻ ആർക്കും തർക്കമില്ല എന്നാണ്. അപ്പോൾ അത് എല്ലാ പരിപാടിയും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പരിപാടിയായാലും മതി. ഫൽ ഹാസിലു എന്ന് പറഞ്ഞു ഇൻ ഫാല താലിക്ക ബി കത്തി സസബുഹുൻ ഫി ശിആരിൽ കുഫ്രി കഫറ കത്താൻ. അത് ഫി ശിആരിൽ ഈദി, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ്. ഒരു ഉത്സവം, ഈദ് എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവ ദിവസമല്ലേ പെരുമാ, അതിൽ സന്നിഹിതരായി കത്തയിന്നതിൽ കുഫിരി, അതൊരു അവിശ്വാസികളുടെ ഒരു പരിപാടിയല്ലേ എന്ന നിലക്കല്ല. ഒരു സഹോദര സമുദായമാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ കേരളീയരാണ്, ആ നിലയിലായാലും കഫറവുകൾ ഒലാക്കിൻ്റെ കുറ്റകരമാണ്. അസ്ലം പറഞ്ഞ ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊന്നും കരുതാതെ നിലയിൽ അവരുടെ ഏതെങ്കിലും ഒരു പരിപാടി നമ്മളും ചെയ്താൽ അത് ഫലാസി അലൈഹി എന്ന് പറഞ്ഞു. അതിന് ശേഷം മൂപ്പർ മഹാൻ ഇബ്നു ഹജർ തന്നെ വിവരിക്കുന്നു. സുമ്മർ അയ്ത്തു, നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി മൂപ്പുറേന്ന് പറഞ്ഞു. സുമ്മർ അയ്ത്തു ബാദ അയിമ്മത്തിനൽ മുതാഖിരീന ദക്കറ, പിന്നീട് ഞാൻ പറഞ്ഞു വെച്ചതിന് ശേഷം എൻ്റെ ഞാൻ പറഞ്ഞ ഇതേ ആശയത്തോട് യോജിച്ചുകൊണ്ട് പിൻഗാമികളായ പണ്ഡിതന്മാർ ചിലർ ഫത്വ കൊടുത്തായിട്ട് ഞാൻ കണ്ടു. എന്താണ്ടത്? ഞാൻ പറഞ്ഞ ഇതേ ആശയം, ആ ആശയത്തോട് യോജിക്കുന്ന ഒരു വർത്താനം. അപ്പോൾ ശേഷം പറയുന്ന ആശയം ഇബ്നു ഹജർ പൂർണ്ണമായിട്ട് യോജിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. എന്ത് പറഞ്ഞു? എന്നിട്ട് ഫക്കാല, അദ്ദേഹം പറയുകയാണ്, ആ പിൻഗാമികളിൽപ്പെട്ട പണ്ഡിതന്മാർ പറയുകയാണ്, ഒമിൻ അക്കിബഹിൽ ബിദഅ, ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ
അതിനീചമാണ്. ഇനി വാക്കില്ല. അവസാനത്തെ പരിപാടി ഈ നികൃഷ്ട അതിനികൃഷ്ടമായ പരിപാടികളിൽപ്പെട്ടതാണ് മുവാഫഖത്തുൽ മുസ്ലിമീൻ നസാറ, മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുടെ അവരോട് യോജിക്കുക ഫി അയ്യാദിവർ ഉത്സവ ദിവസങ്ങളിൽ വിത്ത് സബ്ബുഹി അഖിലിഹിം, അവർ ഉണ്ടാക്കുന്ന പലഹാരം തിന്നുകൊണ്ട്, ഹദിയത്തിലും അവർക്ക് പാരിതോഷികം നൽകിക്കൊണ്ട്, വഖബൂലി ഹദിയത്തിയും അവർ വിളിച്ചിട്ടൊന്ന് പോലല്ലേ, അല്ലെങ്കിൽ അതന്നെ ആ പരിപാടി നടത്തൽ. അപ്പോൾ ഇവരത് വ്യക്തമായി പറഞ്ഞു എന്ത് അവരുടെ. അപ്പോൾ അവർ ഇത് വിളിച്ചത് എന്തുകൊണ്ടാണ്? അവരുടെ ഉത്സവ ദിവസമായതുകൊണ്ട്. അപ്പോൾ അതിനാദരിച്ചിട്ടല്ലേ പോകുന്നത്. അത് ഹറാമാണ് എന്ന്, അത് വിദഗ്ധ കൂട്ടത്തിൽ ഏറ്റവും മോശമായ വിദഗ്ധാണെന്ന് പറഞ്ഞത്. അപ്പോൾ വിദഗ്ധത്ത് അത് നിഷിദ്ധമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തസബ്ബുഹ് കുഫറാണെങ്കിൽ എന്താവും? അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടിയാണ്. ലാഹിറിൽ കുഫർ അതിനൊക്കെ മാനൊക്കെ ഉണ്ട്. ലാഹിർ ബാത്തിനും വേറെ ഉണ്ട്. അത് വേറെ ഒരു ചോദ്യത്തിന് അവരോട് പറയേണ്ടത്. അപ്പം അത് ഹറാമാണെന്നതിൽ എന്തില്ല, സംശയമില്ല എന്ന ഇബ്നു ഹജർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മിസ്രിയൂൻ, ഇങ്ങനെ അധികവും ഇത് പരിഗണിച്ച് ചെയ്യുന്നവർ ഈജിപ്തുകാരാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈജിപ്തുകാർ ഇങ്ങനെ ഇവരെ എന്താക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം സ്വീകരിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, ഇവിടെ പിടിച്ചിട്ടും പോകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഖദ് കാല മൻ തസബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരു സമൂഹത്തോട് സദൃശ്യമാകുമ്പോൾ, അവരെ കോലം കെട്ടുമ്പോൾ അവരിൽപ്പെട്ടതാണെന്ന് വളരെ കടുത്ത ഭാഷയിൽ അന്നാണ് റസൂൽ പറഞ്ഞത്. ആ ഹദീസിനെ ആധാരമാക്കിയാണ് ഇവർ ഇത് പറഞ്ഞത്. ബൽ കാലമിന് അതിന് കുറച്ചും കൂടി കടുപ്പത്തിൽ ഇബ്നുൽ ഹാജി പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞതിനോട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പൂർണ്ണമായ യോജിപ്പാണ് എന്ന് മനസ്സിലായില്ലേ. ഇനി അതിൻ്റെ ശേഷം പറയുന്നു, ഇബ്നുൽ ഹാജി പറയുന്നു, ലാ യഹില്ലുൽ